മിമിക്രി എന്ന ഇഷ്ടവിഷയത്തിനപ്പുറം ശിവരാമകൃഷ്ണന് വാദ്യസംഗീതത്തിൽ ആഗ്രഹം ജനിക്കുന്നത് റേഡിയോ നിലയത്തിൽ എത്തുമ്പോഴാണ്. തബലയോടായിരുന്നു ഇഷ്ടം. തബലയിൽ കഴിവ് തെളിയിച്ചതോടെ ഈ തബലിസ്റ്റിന്റെ യാത്ര സംഗീത വഴിയിലേക്കായി. ശിവരാമകൃഷ്ണന്റെ കലാപ്രവർത്തനത്തിന് വീട്ടുകാരിൽ നിന്ന് ഒരിക്കലും പ്രോത്സാഹനമുണ്ടായിട്ടില്ല. കലാകാരനായി കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരാൻ മോഹിച്ച ഇദ്ദേഹം വീട് വിട്ടിറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. ഞാൻ ഈ തബല കൂടുതൽ പഠിക്കാൻ വേണ്ടി എനിക്ക് ബോംബെക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിൽ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ സ്ഥലം വിട്ടതാണ്. ഈ പിള്ളേർ ഒളിച്ചോടി പോകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, പറയാതെ പോക്ക്. അങ്ങനെ ഞാൻ സ്ഥലം വിട്ട് പോകുന്നതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം വൈകുന്നേരം സ്കൂളിൽ വിട്ടാൽ എൻ്റെ പുസ്തകമെല്ലാം കൂടെ അടുത്തൊരു മുറുക്കാൻകട കൊണ്ടുവച്ച് ഞാൻ നേരെ ക്ലബ്ബിൽ പോകും. ക്ലബ്ബിൽ പോയി രാത്രി 2 മണി 3 മണി 4 മണി വരെയൊക്കെ ആവും ക്ലബ്ബിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അന്ന് ഇന്നത്തെ പോലെ ടൗൺ ബസ്സോ ഓട്ടോ റിക്ഷയോ ഒന്നുമില്ല, നടന്ന് തന്നെ വരണം. നടന്ന് വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ആദ്യം എവിടെയായിരുന്നു, രാത്രി വീട്ടിൽ വന്നാൽ എനിക്ക് ആഹാരം തരില്ല, കഥ തുറക്കത്തില്ല. അങ്ങനത്തെ വലിയ പണിഷ്മെൻ്റൊക്കെ ആയിരുന്നു നമ്മുടെ അച്ഛൻ്റെ വക. അപ്പം ഇങ്ങനെ വെറുത്തു ഞാൻ. ഇതിൽ വെറുത്ത അവസാനം ഒരു ദിവസം നിവൃത്തിയില്ലാതെ ഞാനിങ്ങനെ പരിപാടിക്ക് പോകുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും പരിപാടിക്ക് ആരുടെയും കൂടെ പോകും. തബല വായിക്കുന്ന ബാബുരാജിൻ്റെയോ അല്ലെങ്കിൽ അബ്ദുൽ ഖാദർ സാറിൻ്റെയോ അങ്ങനെ ആരുടെയും പ്രോഗ്രാമിന് പോയിരിക്കും. 2-3 ദിവസം കഴിഞ്ഞൊക്കെ വീട്ടിൽ വന്നു. അങ്ങനെ ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ ഒരു ഞായറാഴ്ചയായിരുന്നു. എൻ്റെ മൂത്ത ചേട്ടനുണ്ട്, ഉണ്ട്, അച്ഛനുമുണ്ട്. എവിടെയായിരുന്നു ചോദിച്ചു. ഞാൻ ക്ലബ്ബിലായിരുന്നു. ക്ലബ്ബിൽ തന്നെ പോയിരുന്നാൽ പോരെ, പിന്നെ എന്തിനും ഇങ്ങോട്ട് വരുന്നതെന്ന് തോന്നുന്നു. അങ്ങ് അടി തുടങ്ങി ചേട്ടൻ്റെ വക. അതെന്ന് വെച്ചാൽ നല്ല സുന്ദര അടി വെച്ച് പൂശുകയാണ്. അത് അച്ഛന് കണ്ടുകൊണ്ടെന്ന്, നീ പിന്നെ എവിടെയായിരുന്നു, പിന്നെ അങ്ങോട്ട് തന്നെ പോയാൽ പോരെ എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ വക. ഞാൻ അപ്പം നിവൃത്തിയില്ലാതെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, ഞാനിതിന് പോകാതിരിക്കില്ല, ക്ലബ്ബിൽ പോകാതിരിക്കില്ല. നിങ്ങൾ വീട്ടിലോട്ട് വരുന്നത് ഇഷ്ടമല്ലേ പറഞ്ഞാൽ ഞാൻ മേലെ വീട്ടിലോട്ട് വരുന്നില്ല, ഞാൻ ക്ലബ്ബിൽ പോവും. ഇന്നില്ലേ നാളെ എനിക്ക് ക്ലബ്ബെ എനിക്ക് പ്രയോജനപ്പെടൂ എന്ന് പറഞ്ഞു അർത്ഥമുറിച്ച് പറഞ്ഞോടി നീ എൻ്റെ ഇഷ്ടം പോലെ ആക്കുന്നു. അങ്ങനെയാണ് പെർമിഷൻ കിട്ടുന്നത്. അതിനുശേഷം ഞാൻ ഒരു ദിവസം രാത്രി ആരും പറയാതെ അത്യാവശ്യം വേണ്ടുന്ന ഡ്രസ്സും എടുത്ത് ഒരു സെറ്റ് തബല നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സ്ഥലം വിട്ടു ഞാൻ. ഉത്തരേന്ത്യൻ സംഗീതോപകരണമായ തബലയിൽ കൂടുതൽ പഠിപ്പിനായി ബോംബെയിലേക്കുള്ള യാത്ര ഉറപ്പിച്ചാണ് വീടിന്റെ പടിയിറങ്ങിയതെങ്കിലും ശിവരാമകൃഷ്ണൻ എത്തപ്പെട്ടത് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ്. കഥാപ്രസംഗ ലോകത്തെ പ്രൗഢസാന്നിധ്യമായ സാംബശിവനെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നിടത്താണ് യാത്രയുടെ ദിശ മാറിമറിയുന്നത്. ഗാനമേള നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ കൂടെ വരുന്നു. ഞങ്ങളുടെ ഈ പരിപാടി കഴിഞ്ഞാൽ അവിടെ സാംബശിവൻ്റെ കഥാപ്രസംഗമുണ്ട്. സാംബശിവനും പാർട്ടിയും അവിടെ അങ്ങോട്ട് വരുന്നു. അപ്പോൾ അവർ നേരെ വന്ന് സ്റ്റേജിൻ്റെ പുറകെ ഇരുന്നു. ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ് എന്നിട്ട് ഞാൻ എൻ്റെ മിമിക്രി കഴിഞ്ഞു. ആ മിമിക്രി കൂടെ കഴിഞ്ഞപ്പോൾ സാംബശിവനും പാർട്ടി എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് പിന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ, മൃദംഗം വായിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്. അങ്ങേര് എന്നോട് ചോദിച്ചു, അനിയൻ എവിടേക്കാണ് പോകണം? ഞാൻ പറഞ്ഞു, ഞാൻ ബോംബെക്ക് പോകാനുള്ള പരിപാടിയാണ്, കുറച്ച് തബല കൂടുതൽ പഠിക്കാൻ. എന്നാൽ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം, ഒന്ന് തിരുവനന്തപുരം വരെ വരണം. എന്നിട്ട് ഞാൻ എൻ്റെ പുള്ളിയുടെ അഡ്രസ്സ് എനിക്ക് എഴുതി തന്നു, ഇതിൽ വന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് വരാൻ കാരണം ഇല്ലെങ്കിൽ നേരെ ബോംബെ പോകുമായിരുന്നു. വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി തിരുവനന്തപുരത്തെത്തിയ ശിവരാമകൃഷ്ണന് ഇവിടെ നിരാശയുടെ ഒരു ചെറിയ കാലം കടന്നു പോകേണ്ടി വന്നു. അവസരങ്ങളൊന്നുമില്ലാതെ കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്ന സമയത്താണ് KSRTCയുടെ നാടക ട്രൂപ്പിലെത്തുന്നത്. പുതിയ തുടക്കം ജീവിതത്തെ പുതിയ കരയ്ക്കടുപ്പിക്കുകയായിരുന്നു. KSRTC അന്ന് കെസ്ക എന്ന് പറഞ്ഞ അവരുടെ ഒരു ട്രൂപ്പുണ്ട്, ഒരു ആർട്സ് ക്ലബ്ബ്. അവരുടെ നാടകത്തിന് മ്യൂസിക് പാർട്ടി, ഓർക്കസ്ട്ര പാർട്ടിയായിട്ട് ഞാനാണ് പോയത്. എന്നെ ക്ഷണിച്ചു, ഞാൻ പോയി. ഞാൻ ഓർക്കസ്ട്ര ടീം സഹിതം പോയി. അപ്പോൾ അവിടെ ഫൈനൽ റിഹേഴ്സൽ നടക്കുകയായിരുന്നു. ഇപ്പം മറ്റന്നാളാണ് പ്രോഗ്രാമെങ്കിൽ ഇന്നത്തെ ദിവസം അവിടെ ഫൈനൽ റിഹേഴ്സൽ നടക്കുക നാടകത്തിൻ്റെ. അപ്പോൾ അന്നത്തെ ഈ ഇത് റിഹേഴ്സൽ കാണാൻ അന്നത്തെ ട്രാൻസ്പോർട്ട് ഡയറക്ടർ K. മാധവൻ നായരെന്ന് പറയും, അദ്ദേഹമായിരുന്നു അന്നത്തെ ട്രാൻസ്പോർട്ട് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം റിഹേഴ്സൽ കാണാൻ അദ്ദേഹം വന്നിരിക്കുന്നുണ്ട്, ഈ നാടക റിഹേഴ്സൽ കാണാൻ. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ചുമ്മാ അതായത് ഇവിടെ ഇത്രയും നല്ല ഒരു ഓഡിയൻസാണ് കിട്ടുന്നത്,
അപ്പം ഞാൻ അതിൻ്റെ ഭാരവാഹികളുടെ പ്രസിഡൻറ്റിനെ വിളിച്ച് പറഞ്ഞു, സാറേ ഈ പരിപാടിയിൽ എനിക്കൊരു 10 മിനിറ്റ് സമയം തന്നാൽ ഞാനൊരു നല്ല ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം അവതരിപ്പിക്കാമെന്നുള്ളൂ. അതെന്ത് പരിപാടിയാണ്? ഞങ്ങൾ ഒരു മിമിക്രി പരിപാടി അവതരിപ്പിക്കാമെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അത് നമുക്ക് സാധാരണ ഇപ്പോൾ നിയമം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാഫിൻ്റെ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞു നോക്കാം, ഡയറക്ടറോട് പറഞ്ഞു നോക്കാം എന്നുകൊണ്ട് ഇദ്ദേഹം പിന്നെ ഡയറക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ ഉടനെ തന്നെ എന്നെ വിളിച്ച്, നിങ്ങളെന്താ മിമിക്രി കാണിക്കാൻ പോകണമെന്നു? ഞാൻ പറഞ്ഞു, എന്തൊക്കെ ഒന്നുകൂടി നമ്പർ കാണിക്കുമോ? അപ്പം ഞാൻ ഇതുപോലെ ഈ കുഞ്ഞ് കരയുന്നതും ഇങ്ങനെയൊക്കെ 2-3 ഐറ്റംസ് സാമ്പിൾ കാണിച്ചു കൊടുത്തപ്പോൾ ഓക്കെ സാങ്ഷൻഡ് എന്നും പറഞ്ഞ് അങ്ങനെ ഇട്ട് പോയി. അപ്പോൾ സ്റ്റേജിൽ വന്നു. അടുത്ത ദിവസം പ്രോഗ്രാം വന്നപ്പോൾ സ്റ്റേജിൽ വന്നപ്പോൾ ആദ്യം ഒരു ഗാനമേളയായിരുന്നു. ആ ഗാനമേളയിൽ ഞാൻ 1-2 പാട്ടും പാടി. അത് ഞാൻ സെൽഫ് തബല വായിച്ചുകൊണ്ട് തന്നെ പാടുന്നത്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ തബല സ്വയം വായിച്ചുകൊണ്ട് പാടാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ തബല വായിച്ചുകൊണ്ട് തന്നെ പാടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ മിമിക്രി പ്രോഗ്രാമായിരുന്നു. ഈ മിമിക്രി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് ആ BJT ഹാൾ അങ്ങോട്ട് കിട്ടുകയും പോയി. ഈ ഡയറക്ടർ സാർ എണീറ്റ് ഓടി സ്റ്റേജിൽ വന്ന് എന്നെ വിളിച്ച് എൻ്റെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, വേറെ പണിയൊന്നുമില്ല സാർ, ഇതൊക്കെയാണ് ജോലി, വേറെ ജോലിയൊന്നുമില്ല. ഓക്കെ, യു കം ആൻഡ് മീറ്റ് മീ ഫ്രം മൈ ഓഫീസ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കോട്ടയ്ക്കകത്ത് അവരുടെ ഓഫീസിൽ പോയി. അവിടെ പോയപ്പോഴേക്കും അവിടെ ഉള്ള സ്റ്റാഫും മുഴുക്കെ പലരും അന്ന് എന്നെ കണ്ടവർ മുഴുക്കെ ഓടി വന്ന് ഭയങ്കര സ്വീകരണമായിരുന്നു. അന്ന് ചുരുക്കി പറയാൻ ഞാൻ നേരെ എന്നെ ഡയറക്ടറെ കാണാൻ വിട്ടു. അദ്ദേഹത്തെ ചെന്ന് കണ്ടോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, പോയിട്ട് ഒരു അപേക്ഷ എഴുതി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇവിടെയൊക്കെ അവർ കാത്തു നിൽക്കുക, ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഒരാൾ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരാൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് തന്ന് കൊടുക്കാൻ പറഞ്ഞു. ഞാനിത് കൊണ്ടുപോയി കൊടുത്തു. യു കം ഓൺ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഞാൻ പോയി. അടുത്ത ആഴ്ച വന്നപ്പോൾ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് ഈ സ്കിൽഡ് വർക്കേഴ്സിന്, അതായത് ബ്ലാക്ക് സ്മിത്ത്, കാർപ്പൻ്റർ അങ്ങനെയൊക്കെയുള്ള വർക്കേഴ്സിനെ ഡെയിലി റേറ്റഡ് എംപ്ലോയി ആയിട്ട് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് ഇദ്ദേഹം എന്നെ ട്രാൻസ്പോർട്ടിൽ ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വേക്കൻസി ഫില്ല് ചെയ്തുകൊണ്ട് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ അപ്പോയിൻമെൻറ്റ് ഓർഡർ കയ്യിൽ തന്നപ്പോൾ ഞാൻ പേടിച്ച് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ സാധാരണ ഈ ആകപ്പാട് ഹാമർ എടുത്തിട്ടുള്ള തബല ട്യൂൺ ചെയ്യാൻ മാത്രമേ ഇത് എടുത്തിട്ടുള്ളൂ, എനിക്ക് ബ്ലാക്ക് സ്മിത്തിൻ്റെ പണിയൊന്നും അറിയില്ല സാർ, താൻ ഇതും കൂടെ അങ്ങോട്ട് പോയാൽ മതി, തനിക്ക് അതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് വേറെ 2 പേർ എൻ്റെ കൂടെ വന്നു. എന്നെ ഇതിനകത്ത് എഴുതിയിട്ട് ഈ പോസ്റ്റ് ഫില്ല് ചെയ്തുകൊണ്ട് ശിവരാമ മിഷൻ ഈസ് പോസ്റ്റഡ് ടു ചീഫ് സ്റ്റോഴ്സ് ഓൺ അതർ ഡ്യൂട്ടി താഴെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എനിക്കെന്താണെന്ന് അറിയില്ലല്ലോ. എന്നെ കൊണ്ടുപോയി ചീഫ് സ്റ്റോർ കീപ്പറുടെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ചു. DT പറഞ്ഞയച്ച ആളാണെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ അവിടുത്തെ ഡെസ്പാച്ച് ക്ലാർക്കായിട്ടൊക്കെ പോസ്റ്റ് ചെയ്തു ചീഫ് സ്റ്റോറിൽ. പുകയുടെയും കരിയുടെയും മറവിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ ശിവരാമകൃഷ്ണന്റെ ജീവിതം പ്രകാശവഴിയിലേക്ക് മാറുന്നത് ആകാശവാണിയിൽ എത്തുന്നതോടു കൂടിയാണ്. റേഡിയോ നിലയത്തിൽ 18 വർഷത്തോളം നീണ്ട ഔദ്യോഗിക ജീവിതം ഇദ്ദേഹത്തിന് സമ്മാനിച്ചത് പേരും പെരുമയുമാണ്. ആകാശവാണി വന്നപ്പോൾ എന്ന് വെച്ചാൽ കറക്റ്റും ഞാൻ ആ ഫീൽഡിലെത്തി. എനിക്ക് എൻ്റെ മാനസികമായിട്ടുള്ള ഇതിന് ഇഷ്ടപ്പെട്ട തൊഴിലിൽ തന്നെ ഞാൻ വന്ന് കയറിയെന്നുള്ളത് വലിയ സാറ്റിസ്ഫാക്ഷനായിരുന്നു. അപ്പോൾ അവിടെ വന്നതിന് ശേഷം ഞാൻ അവിടുത്തെ മിക്കവാറും എല്ലാ നാടകങ്ങളിലും അത് പിന്നെ വല്ല നാടകത്തിന് എഫക്റ്റ് കൊടുക്കും. അങ്ങനെ എന്നെ എല്ലാ കാര്യത്തിലും അവിടെ എന്നെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും. എനിക്ക് വളരെ സന്തോഷമായിരുന്നു അതിൽ. അങ്ങനെ അവിടെ 18 വർഷം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്.